Hi friends, welcome back to our channel World of Tailor Birdലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്ന് ചെയ്യുന്നത് ഒരു പേപ്പർ പ്ലേറ്റ്, തെർമോകോൾ പ്ലേറ്റും ഉണ്ട്. നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാം. ഒരു ഹോൾഡർ, നമുക്ക് ഫ്ലവർ വെച്ചിട്ടുള്ള ഫ്ലവർ ഹോൾഡർ, അല്ലെങ്കിൽ അതിനകത്ത് പെന്നും നമ്മുടെ സ്കെയിലും പെൻസിലും ഒക്കെ വെച്ചിട്ട് വെക്കാൻ ഉപയോഗിക്കാം. വോളിങ്ങനെ തൂക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. തെർമോകോൾ പ്ലേറ്റ്, പിന്നെ ഫോം ഷീറ്റ്, ഗ്ലൂ, സിസേഴ്സ്, ഗൂഗിൾ ഐസ്, പിന്നെ അതിനായിട്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊരു നാട എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റാപ്ലർ എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അതിപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈക്ക് ആ ഗ്ലൂ തട്ടുമ്പോൾ കുറച്ചൊരു വിഷമമുള്ളതുകൊണ്ട് ഈ കൈക്കിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഇട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരേപോലത്തെ പ്ലേറ്റ് എടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ നടുവൊന്ന് ഇവിടെ ഒന്ന് ഒരു പ്ലേറ്റ് നമുക്ക് ഇതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും. അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ 2 കണ്ണുകളൊക്കെ ഒട്ടിക്കാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു സർക്കിളുള്ള റൗണ്ട് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഞാൻ ബ്ലാക്കും ചെറിയ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഐസ് വെച്ച് ഒട്ടിച്ചിട്ട് അതും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കർ ഉള്ളതാണ്. നമുക്ക് എടുത്തിട്ട് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയും നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അഥവാ അതിന് സ്റ്റിക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആണെങ്കിലും ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേറെ വിധത്തിലും ചെയ്ത് നോക്കാം. നമുക്ക് ഐസ് ഒട്ടിക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഇയേഴ്സ് ഒന്ന് വരച്ചെടുക്കാം. ഇവിടുന്ന് വരച്ചെടുത്ത് നമുക്ക് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അല്ലേ. ഗ്ലൂ എടുക്കുക. ഗ്ലൂ എടുത്ത് നമുക്കൊന്ന് ഐസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നമുക്ക് ഐസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്
ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഇയേഴ്സ് ചെവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഇയേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലായിട്ടും നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതും അങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. ഉണ്ടോ, സ്റ്റിക്കായി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതിൻ്റെ നടുവിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട്, ഗ്ലൂ ഉള്ളതുകൊണ്ട് നമുക്കിതങ്ങ് പറിച്ച് ഒട്ടിച്ചാൽ മതി. ഉണ്ടോ, ഇതൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്ലൂ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഫേസൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. ഇവിടെ വെച്ചിട്ട് നീറ്റായിട്ട് ഒരേപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഓരോ ഭാഗത്തും സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതിവിടെ വെച്ച് ഒരേപോലെ വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള പീസാണ്. അതിന് നമുക്ക് ഈ 2 സൈഡിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും അതിനായിട്ട് ഒന്നുകിൽ ഗ്ലൂ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ സ്റ്റിക്കറിൻ്റെ ഗ്ലൂ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അത് മാത്രം ഒട്ടിച്ചു കൊടുക്കാം. ഈ പേപ്പർ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗത്ത് മാത്രം നമുക്ക് പേപ്പർ എടുത്തിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ബാക്കിയുള്ള സൈഡ് നമുക്ക് ആ പേപ്പർ ഉണ്ടായാൽ ആ സൈഡ് മാത്രം നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡും അതേപോലെ അവിടുത്തെ പേപ്പർ മാത്രം എടുക്കുക. ഇതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ റെഡിയായില്ലേ, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സിൽവർ ലേസ് ഉണ്ട്, സിൽവർ കളർ ലേസ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഹാങ്ങിങ് ആക്കി കൊടുക്കാം. ഇതിലേക്കൂടി നമുക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഇട്ടിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക.
രണ്ട് സൈഡിലും വെച്ച് നമുക്കൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്നെങ്കിൽ ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പെൻസിൽ സ്കെയിലൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഹാങ് ചെയ്തിടാം. അത് ഞാൻ ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പോക്കറ്റ് പോലെ എന്തെങ്കിലും ഇട്ട് വെക്കണമെങ്കിൽ ഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻസിലോ പെന്നോ എന്തെങ്കിലും ഇട്ട് വെക്കാൻ അതും വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഇത് കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊക്കെ ചെയ്ത് വെക്കണ്ട നമുക്ക്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.